التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. റമദാൻ മാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ ദൗറയിൽ സംസാരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ അനുഷ്ഠിച്ച് കാണിച്ചു തന്ന പഠിപ്പിച്ച ഇബാദാത്തുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. അതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, റമദാനിലെ ഇബാദാത്തുകൾ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി ആ വിഷയങ്ങൾ ഒന്ന് റമദാനിന് മുന്നോടിയായിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർമ്മപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊന്ന് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ റമദാനിൽ അതിൻ്റെ രാപ്പകലുകൾ ശരിയായ വിധം വിനിയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും ഏതെല്ലാം അമലുകൾ അതിൽ നിയമമാക്കപ്പെട്ടുവോ അതെല്ലാം ചിട്ടയോടെ നിർവഹിക്കാനും നാം അവർക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പ് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടെ ഇഹ്തിസാബോടെ ആരാണോ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്നുണ്ട്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫൽയസും. റമദാനിൽ ഉള്ള ആളുകൾ, അതിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ അവരതിൽ നോമ്പെടുക്കണം എന്ന അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. അതിന് ധാരാളം ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ പരിശുദ്ധ ഖുർആനും സുന്നത്തുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ശ്രേഷ്ഠത ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈമാനോടുകൂടി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അത് നിയമമാക്കി നൽകി, അക്കാരണത്താലാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെയും അതേപോലെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ഇഹ്തിസാബോടെ
പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ആരാണോ നോമ്പനുഷ്ഠിക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞിരിക്കുന്ന പാപങ്ങൾ പൊറുക്കും എന്നാണ് ഹദീസിൽ പറയുന്നത്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഇബാദത്തുകൾക്കും പ്രതിഫലം നൽകും. പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നാം ഇബാദത്തുകൾ ചെയ്യുന്നത്. പ്രതിഫലമൊന്നും കാക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന, അതിനെ വളരെയധികം നീചമായി മുദ്ര കുത്തുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വലിയ രീതിയിൽ പ്രചാരണവും സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നോമ്പുപാട്ട്, ഹജ്ജുപാട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ഈണത്തിൽ, വളരെ ഭംഗിയിൽ, ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ സൂഫികൾ പല പല പാട്ടുകൾ എഴുതി വിടുന്നുണ്ട്. പാട്ടുകൾ കേൾക്കാൻ നല്ല രസമായിരിക്കും. അപ്പം എന്ത് ചെയ്യും ആളുകൾ? നോമ്പാണ്, ഹജ്ജാണ്, നമസ്കാരമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ആളുകൾ അറിയുന്നില്ല. എത്രത്തോളം എന്നാൽ കുഫ്ർ വരെയും സംഭവിക്കാവുന്ന വരികൾ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും? നോമ്പിനെക്കുറിച്ച് പാടുന്നതാണ്, നമസ്കാരത്തെക്കുറിച്ചാണ്, നന്മയാണ് എന്ന് പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്യും. ഇബാദാത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അമ്പിയാക്കൾ അടക്കം സ്വാലിഹീങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാക്ഷിക്കുന്നവരാണ്, ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് പ്രതീക്ഷിക്കുന്നത് നിസ്സാരമായൊരു കാര്യമല്ല, അല്ലെങ്കിൽ അത് മോശപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ ഈ അടുത്ത് 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അറിയപ്പെട്ട സൂഫി സംഘടനകളിലെ നേതാക്കൾ ഒരുമിച്ച് കൂടിയ ഒരു വേദിയിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ പാടിയ പാട്ടാണിത്. കള്ളു ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളു കുതിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നനച്ചിട്ടോ. അപ്പോൾ ഞാൻ കള്ളു കുടിക്കാത്തത് സ്വർഗത്തിലെ കള്ള് എനിക്ക് കിട്ടണം എന്നുള്ള കാരണത്താലല്ല, സ്വർഗത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഹൂറിമാരെ എനിക്ക് വേണം എന്നുള്ളത് കൊണ്ടൊന്നുമല്ല ഞാൻ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകാത്തത്. അതൊന്നും എനിക്ക് വേണ്ടതില്ല. വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പുല്ലുപോലെ നീ തള്ളടോ, കള്ളു ഷാപ്പല്ല, വേശ്യത്വപ്പല്ല, സ്വർഗമല്ല നോർക്കടോ. അപ്പോൾ സ്വർഗത്തെ വളരെ നിസ്സാരമാക്കിക്കൊണ്ട്, അവഹേളിച്ചുകൊണ്ട് കേരളത്തിലെ സൂഫി സംഘടനകളിലെ പ്രമുഖരായ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പാടുന്നൊരു പാട്ടാണ്. എന്നിട്ട് ആ പാട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കൃതി എന്നാണ്. വഹദത്തുൽ മാല എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, എങ്ങനെ ഇബാദത്ത് ചെയ്താലാണോ അള്ളാഹു പ്രതിഫലം നൽകുന്നത് അത് വേണ്ടെന്ന് വെക്കുന്ന രീതിയിൽ വലിയ പ്രചാരണ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ നവാഖിദുൽ ഇസ്ലാം പഠിച്ചിട്ടുണ്ടാവും, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ മനിസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ലാഹി ഔ സവാബിഹി ഔ ഇഖാബിഹി കഫർ. ദീനിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, അതിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രതിഫലങ്ങൾ, അല്ലെങ്കിൽ അതിൽ താക്കീത് നൽകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ശിക്ഷകൾ, അതിനെ ആരെങ്കിലും പരിഹസിച്ചാൽ അത് മുഖേന കുഫർ വരെയും സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് നോമ്പിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, ഈമാനോടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ആരാണോ നോമ്പെടുക്കുന്നത് അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പറഞ്ഞത്. പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വലിയ പാപങ്ങളെ തൊട്ട് മാറി നിൽക്കുന്നവർക്കാണ് എന്ന് ചില ഹദീസുകളിൽ കാണാം. ഇദജുത്തുനിബത്തിൽ കബായിർ, കബായിറുകളെ ഒഴിവാക്കുകയാണ് എങ്കിൽ, നോമ്പെടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നോമ്പെടുക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെയും പട്ടിണി കിടക്കും, രാത്രി നമസ്കരിക്കും. പക്ഷേ അള്ളാഹു അതിന് പറയപ്പെട്ടിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് അതിനോട് കൂടെ. അതിൽപ്പെട്ട ഒന്നാണിത്, വൻപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്.
വൻപാപങ്ങൾ ചെയ്യുന്നവനായ നിലയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഫലശൂന്യമായി പോകും. അതിന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് വൻപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ ഒരാൾ ഉപദ്രവിക്കുന്നവരാണ്, അവരോട് അനുസരണക്കേട് കാണിക്കുന്നു, അയൽവാസികളെ ദ്രോഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആളുകളെ സാമ്പത്തികമായോ ശാരീരികമായോ, ഇതെല്ലാം വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഖുർആനും സുന്നത്തുമെല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നതിനോടുകൂടെ നാം നോമ്പെടുക്കുന്നു, നമസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, പ്രതിഫലങ്ങൾ തടയപ്പെടാൻ കാരണമായി തീരും. അതുകൊണ്ട് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഈമാനോടെ ആര് നോമ്പെടുക്കുന്നുവോ അവർക്ക് മുൻകഴിഞ്ഞിരിക്കുന്ന ചെറുപാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. നോമ്പിൻ്റെ പ്രത്യേകത, നോമ്പിന് നൽകപ്പെടുന്ന പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി പഠിപ്പിക്കുകയാണ്, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം. മനുഷ്യർ ചെയ്യുന്ന സകല അമലുകളും അത് അവനുള്ളതാണ്, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അതെനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ നൽകുന്നതാണ് എന്നല്ലാഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നോമ്പിനുള്ളതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ അമലുകൾ ഖുർആനിലും സുന്നത്തിലുമെല്ലാം കാണാം. കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന ചില അമലുകൾ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്, റമദാനിലെ നോമ്പ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും, കണക്കില്ലാതെ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റുള്ള ഇബാദാത്തുകളുണ്ട്. ആ ഇബാദാത്തുകളും റമദാനുമായി ബന്ധമുള്ള, നോമ്പുമായി നല്ല രീതിയിൽ ബന്ധമുള്ളതായ ചില ഇബാദാത്തുകളാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇബാദാത്തുകൾ 4 ഇബാദാത്തുകൾ കാണാം. അതിൽ ഒന്ന് നോമ്പാണ്. മറ്റുള്ള ഇബാദാത്തുകളും ഇതേപോലെ തന്നെ നോമ്പുമായി നല്ല ശക്തമായി ബന്ധമുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന് സബ്ർ ചെയ്യുക എന്നുള്ളതാണ്, ക്ഷമയവലംബിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമയവലംബിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ പൂർത്തിയാക്കി നൽകപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷമ ഈ രീതിയിൽ നോമ്പ് പോലെ തന്നെ കണക്കില്ലാതെ പ്രതിഫലം നൽകും. എന്താണ് ക്ഷമയും നോമ്പുമായി ബന്ധം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സ്വൗമു ഷഹ്രി സ്വബ്രി, ക്ഷമയുടെ മാസത്തിലെ നോമ്പ്. ക്ഷമയുടെ മാസം എന്നാണ് റമദാൻ മാസത്തിന് നൽകപ്പെട്ട ഒരു പേര്. ക്ഷമയുടെ മാസത്തിലെ നോമ്പ്. വസൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലും 3 നോമ്പുകളും. സൗമുദ്ദഹർ, അത് വർഷം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ റമദാനിനെ ഷഹ്റു സബ്ർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയുടെ മാസം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വഅഫ്ദലു അൻവാഇസ് സബ്രി അസ്സിയാം, ക്ഷമയുടെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇനം അത് നോമ്പാണ്. ഫഇന്നഹു യജ്മഉ സബ്ര അല അൻവാഇ സലാസ, ക്ഷമയെ പൂർണ്ണാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോമ്പ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, അതിൻ്റെ 3 ഇനങ്ങളും എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ക്ഷമയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന കഠിനമായ പരിശ്രമമാണ്. അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ നിലകൊള്ളാൻ നല്ല ക്ഷമ ആവശ്യമാണ്. കൃത്യമായി ചിട്ടയോടെ നമസ്കരിക്കുന്നു, ചിട്ടയോടെ സക്കാത്ത് കൊടുക്കുന്നു, ചിട്ടയോടെ തന്നെ നോമ്പനുഷ്ഠിക്കുന്നു. ഇതിനെല്ലാം നല്ല ക്ഷമ ഒരു വിശ്വാസിക്ക് വേണം. ഖുർആൻ പാരായണം നിത്യമായി നടത്തണമെങ്കിൽ നല്ല ക്ഷമ വേണം. കൃത്യമായി നമസ്കാരം രാത്രികളിൽ നമസ്കരിക്കുന്നു,
ക്ഷമ വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ച് നിലകൊള്ളാൻ സാധിക്കണമെങ്കിൽ ക്ഷമ വേണം. അതാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമ. പരിശുദ്ധ റമദാനിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ. ഏതെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ അതിനെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങളിൽ നിന്ന് മാറ്റി അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ളതായ ക്ഷമ, ഖദറിലുള്ളതായ ക്ഷമ. ഈ ക്ഷമകൾ മൂന്നും എവിടെ വരുന്നുണ്ട്? പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ സാധ്യമാണ് എന്നുള്ളത് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അതേപോലെ തന്നെ വിശപ്പും ദാഹവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ക്ഷമ, ഇതെല്ലാം നല്ല പരിശുദ്ധ റമദാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ നോമ്പ് കേവലം പട്ടിണി കിടക്കലല്ല, ഇതേപോലുള്ളതായ ധാരാളം പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇതുപോലുള്ളതായ ഇബാദാത്തുകൾ, മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഇബാദാത്തുകൾ, കർമ്മങ്ങൾ, അതും കൂടി ഉൾക്കൊള്ളേണ്ടതാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ്. ഇതേപോലെ തന്നെ ധാരാളമായി കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന മറ്റൊരു ഇബാദത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഹിജ്റയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യലാണ്. അള്ളാഹു പറഞ്ഞത് കാണാം, വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. ആരാണോ തൻ്റെ വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് മുഹാജിറായി കൊണ്ട് പുറപ്പെടുന്നത്, സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, അങ്ങനെ അവന് മരണം വന്നുപെട്ടാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കുന്നതാണ്. കണക്കില്ലാതെ പ്രതിഫലം അള്ളാഹു അവന് കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റ നമുക്കറിയാം രണ്ട് വിധമുണ്ട്. ഒന്ന് ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുള്ള നാട്ടിലേക്ക് പലായനം ചെയ്യലാണ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതരായിരിക്കണം, അങ്ങനെയുള്ളവരാണ് മുസ്ലിമീങ്ങൾ. മുഹാജിർ എന്ന് പറഞ്ഞാൽ, ഹിജ്റ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തെയാണോ നിരോധിച്ചത് അതിനെ വെടിയുന്നവൻ മുഹാജിറാണ്. ഈ അർത്ഥത്തിൽ നോമ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഠിനമായൊരു ഹിജ്റ തന്നെയാണ്. ഹിജ്റയിൽ വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അവൻ്റെ മനസ്സിനോട് വലിയ ഇഷ്ടമുള്ള അവൻ്റെ നാട്, അവൻ്റെ വീട്, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം പലതും വിട്ടുപേക്ഷിച്ച് പോകലാണ്. ഇതേപോലെ തന്നെ നോമ്പെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഹിജ്റയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എന്താണ്? അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെടിയാനുള്ളതായ മനക്കരുത്ത് നേടിയെടുക്കുക. എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നോമ്പുകാരൻ അവൻ ഭക്ഷണത്തെ, പാനീയത്തെ, അവൻ്റെ ഷഹവാത്തുകളെ, അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെല്ലാം അള്ളാഹുവിൻ്റെ പ്രതിഫലം കാണിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിജ്റയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വ ശറാബഹു. ആരാണോ മോശപ്പെട്ട വാക്കുകൾ, മോശമുള്ള പ്രവർത്തികൾ ഇത് ഉപേക്ഷിക്കാതെ നോമ്പെടുക്കുന്നവൻ, അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ തിന്മകളെ വിട്ട് ഒഴിയുക, മാസിയത്തുകളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിനോടുള്ള ധിക്കാരം ഉപേക്ഷിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പിൽ. എന്നാൽ മാത്രമേ നോമ്പ് സ്വീകാര്യമാവുകയുള്ളൂ യഥാവിധം. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് തിന്മയാണ്. അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തിന്മയാണ്. ചിലപ്പോൾ വളരെ വ്യാപകമായി ചില നാടുകളിൽ കാണാം, നോമ്പെടുക്കും. കാരണം എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നോമ്പിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് നോമ്പെടുക്കും.
ചിലപ്പോൾ നമസ്കരിക്കുന്നുണ്ടാവുകയില്ല. നമസ്കരിക്കാതെ നോമ്പെടുത്താൽ എന്ത് ഗുണമാണുള്ളത്? നമസ്കാരം ഉപേക്ഷിക്കുന്നത് കുഫർ സംഭവിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ വലിയ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകും, അതിനോട് കൂടെ എന്ത് ചെയ്യുന്നു? നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോൾ പാപങ്ങളിൽ നിന്ന് വിട്ട് മാറി നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ കാര്യങ്ങളും ചിട്ടയോടെ നിർവഹിക്കണം. ഫർളായ കാര്യങ്ങൾ അത് ചിട്ടയോടെ നിർബന്ധ ബുദ്ധിയാൽ ചെയ്യേണ്ടതുണ്ട്. നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനെ ബോധപൂർവം എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റി നിർത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ചെയ്യുന്ന നോമ്പാണ് അള്ളാഹുവിങ്കൽ പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുന്നത്. അപ്പോൾ നോമ്പുമായിട്ട് ഇതിന് കണക്ഷനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ധാരാളമായി പ്രതിഫലം നൽകപ്പെടുന്നു നോമ്പുകാർക്ക് എന്നുള്ളതാണ്. മറ്റൊരു അമല് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. ആളുകളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകൾക്കും കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടും എന്ന് ഖുർആൻ പറയുന്നത് കാണാം. അള്ളാഹു പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, തിന്മക്ക് അതിൻ്റെ പ്രതിഫലം തിന്മ തന്നെയാണ്. ഖിസാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആയത്തുകളാണ്. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരാണോ വിട്ടുവീഴ്ച ചെയ്യുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുന്നത്, എന്നാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, കണക്കില്ലാതെ നൽകുമെന്നാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്താണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട പാടില്ലാത്തതുണ്ടാവും. ഒരാൾ നിത്യമായി അക്രമം ചെയ്യുന്നയാളാണ്, ക്രിമിനൽ നടപടികളിൽ ഏർപ്പെടുന്നയാളാണ്. അവന് ചിലപ്പോൾ വിട്ടുവീഴ്ച കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും എന്ത് ഉചിതം. അവന് വിട്ടുവീഴ്ച ചെയ്താൽ ചിലപ്പോൾ വീണ്ടും അവൻ എന്ത് ചെയ്യും. അതുകൊണ്ടാണ് ഫമൻ അഫാ വഅസ്ലഹ എന്ന് പറഞ്ഞത്. ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും അങ്ങനെ ഇവരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടായി, അതായത് പ്രശ്നക്കാരൊന്നുമല്ല എന്നർത്ഥം, അവരെ പരസ്പരം ഇണക്കി കോർത്തിണക്കി പ്രയാസങ്ങളൊന്നും, ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്നാണ്. ഇതും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഒരു മുഅ്മിൻ ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് വിട്ടുവീഴ്ചയുള്ളവനായി തീരുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും വച്ചു പുലർത്താതെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം മുഅ്മിനീങ്ങളുടെ ഇടയിൽ, പക്ഷേ അത് കുത്തിവീർപ്പിക്കാതെ എത്രയും വേഗതയിൽ പറഞ്ഞു പരിഹരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കണം ഒരു വിശ്വാസിയുടെ സ്വഭാവം. പരിശുദ്ധ റമദാനിൻ്റെ ഒടുവിലുള്ള രാത്രികളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അഫുവാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം, എന്നോട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ, നമുക്ക് പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ നമ്മുടെ സ്വഭാവം ഒന്ന് തന്നെയായിരിക്കണം. നാം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്, പുറത്തു കൊടുക്കുമ്പോഴാണ്, പരസ്പരം സ്നേഹത്തോടെ പെരുമാറുമ്പോഴാണ് അള്ളാഹു നമ്മോട് എന്ത് ചെയ്യുക? വിട്ടുവീഴ്ച ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ ഇതിന് ധാരാളം തെളിവുകൾ കാണാം. നമുക്ക് വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അബൂബക്കർ സിദ്ദീഖ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണ്, മകളാണ്. അവർക്കതിൽ ശക്തമായ ആക്ഷേപം മുനാഫിക്കുകൾ അഴിച്ചുവിട്ടു. നമുക്കറിയാവുന്ന കാര്യമാണ്. മുനാഫിക്കുകൾ തുടങ്ങുകയും മുഅ്മിനീങ്ങളിൽ വരെയും ചില ആളുകൾ പെട്ടുപോവുകയും ചെയ്തു ആ പ്രചാരണത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വേദനയുണ്ടായ സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞിരുന്നു പോയി ഒരു മാസത്തോളം. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവിച്ച പ്രയാസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പ്രയാസങ്ങൾ കരയാതെ ഒരാൾക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം ആക്രമിക്കപ്പെട്ടു അവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിന് വേദന അനുഭവിച്ചിട്ടുണ്ട്. ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അതിനേക്കാൾ കഠിനമായ വേദന അനുഭവിച്ചിട്ടുണ്ട്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഠിനമായ ആരോപണം ഉന്നയിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവൻ്റെ മകൻ മുസ്തഹ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടുപോയി. അദ്ദേഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നയാളായിരുന്നു. ഫഖീറാണ്, ദരിദ്രനാണ്. അദ്ദേഹം എന്ത് ചെയ്യും? ആവശ്യത്തിന് ചെലവിന് കൊടുക്കുന്നയാളാണ്. ഈ പ്രചരണത്തിൽ അദ്ദേഹവും പെട്ടു എന്നറിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യൂല, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കൂല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. ധാരാളം അള്ളാഹു സമ്പത്ത് കൊടുത്തിരിക്കുന്ന, വിശാലത കൊടുത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ സത്യം ചെയ്ത് പറയരുത്. അവരുടെ അടുത്ത ബന്ധുക്കൾക്ക്, പാവപ്പെട്ട സാധുക്കളായ മിസ്കീന്മാർക്ക്, മുഹാജിറുകൾക്ക് ഇനിയൊന്നും കൊടുക്കുകയില്ല എന്നുള്ള അർത്ഥത്തിൽ സത്യം ചെയ്ത് പറഞ്ഞു പോകരുത്. അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. ആരോടാണ് പറയണത്? ആക്രമിക്കപ്പെട്ട ആളുകളോടാണ് പറയണത്. പലരും പറയുന്നത് ന്യായം അതാണ്. അവൻ എന്നെ അങ്ങനെ ചെയ്തു, അവൻ എന്നോട് അത് പറഞ്ഞു, അവൻ എൻ്റെ സമ്പത്ത് ഇങ്ങനെ ചെയ്തു. നാം ആക്രമിക്കപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയും. എന്നിട്ട് ഞാൻ അവരോട് പുറത്തു കൊടുക്കണോ എന്നാണ് ചോദിക്കുക. എത്ര വലിയ അക്രമമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ടത്, ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത്. അല്ലാഹ് പറയാണ്, ഫൽയഅഫു വൽയഅഫു വൽയസ്ഫഹു, പുറത്തു കൊടുക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങളോട് അള്ളാഹു കരുണയിൽ വർത്തിക്കണം, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താലാണ് അള്ളാഹുവിങ്കൽ നിന്ന് കരുണ നമുക്ക് ലഭിക്കുക, പാപമോചനം നമുക്ക് ലഭിക്കുക, വിട്ടുവീഴ്ച ലഭിക്കുക. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്ന നാം അതിന് സന്നദ്ധരാകണം, വിട്ടുവീഴ്ച ചെയ്യുന്നവരായി മാറണം. പ്രയാസങ്ങളുണ്ടാകാം, മാനസികമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടാകാം, നമ്മോട് അക്രമം ചെയ്തവരുണ്ടാകാം, പല രീതിയിലുള്ള ആളുകളുണ്ടാകും. പക്ഷേ വിട്ടുവീഴ്ച എന്നുള്ള ഈ സ്വഭാവം, ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയി മാറണം. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റഗിമ അൻഫു മ്രിഇൻ, ഒരു മനുഷ്യൻ്റെ മൂക്ക് മണ്ണിൽ പോയി പതിക്കട്ടെ, അവൻ നികൃഷ്ടനായി തീരട്ടെ, നിന്ദ്യനായി തീരട്ടെ. എങ്ങനെയുള്ളവനാണ്? അദ്റഖ റമദാൻ ഫലം യുഗ്ഫർ ലഹു, റമദാൻ വന്നു കടന്നുപോയി, പക്ഷേ അവന് മഗ്ഫിറത്ത് ലഭിച്ചില്ല, അള്ളാഹു അവന് പുറത്തു കൊടുത്തില്ല, പാപമോചനം ലഭിച്ചില്ല എങ്കിൽ അവൻ നാശത്തിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന വിട്ടുവീഴ്ച അതിന് നാം സന്നദ്ധരാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അസ്സുൽഹു വസ്സുൽഹു ഖൈർ എന്ന് പറയുന്നുണ്ട്. സുൽഹാണ്, രഞ്ജിപ്പാണ്, ആളുകളുടെ ഇടയിൽ പരസ്പര സ്നേഹത്തോടെ വർത്തിക്കുന്നതിലാണ് ഖൈറുള്ളത്. ഈ ആയത്തും ഇതേ പശ്ചാത്തലം തന്നെയാണ്. ഇതേ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവൻ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ ത്വലാഖിൻ്റെ വക്കിലെത്തി. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട ഹക്കുകൾ, അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിൽ പോലും ഒന്നിച്ചു പോകുന്നതിലാണ് ഖൈറ്, വേർപെടുന്നതിലല്ല, ത്വലാഖ് ചൊല്ലുന്നതിലല്ല ഖൈറ്. നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾ വേണ്ടി വിട്ടുകൊടുത്തേക്ക്. എല്ലാ അവകാശങ്ങളും വിട്ടുകൊടുക്കണമെന്നല്ല, പക്ഷേ കൊടുക്കാൻ പറ്റുന്ന അവകാശങ്ങൾ വിട്ടുകൊടുത്തിട്ടാണ് എങ്കിലും പരസ്പരം സുൽഹുണ്ടാക്കുന്നതിലാണ് ഖൈറുള്ളത് എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോൾ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ രഞ്ജിപ്പ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ പോലും രഞ്ജിപ്പിന് തയ്യാറാവുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ 3 അമലുകളും അത് നോമ്പുമായി അഭേദ്യമായ ബന്ധമുള്ള അമലുകളാണ്. ഒന്ന് ഏതാണ്? ഹിജ്റ അതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അഫൂവ്, സബ്ർ, ക്ഷമ, ഈ 3 കാര്യങ്ങളും. ഇപ്പം നോമ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി
അതിൻ്റെ ബാഹ്യമായ രൂപമെടുക്കാതെ, അതുകൊണ്ട് എന്താണോ ലക്ഷ്യം വെക്കപ്പെടുന്നത് ഇതുപോലുള്ളതായ അമലുകൾ കൂടി ഒത്തുവരുമ്പോഴാണ് അത് കൂടുതൽ ശ്രേഷ്ഠകരമായി തീരുക. നോമ്പ് കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിൽ പിന്നീട് ഏറ്റവും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു അമല് റമദാനിൻ്റെ രാത്രികളിൽ പ്രത്യേകമായി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. രാത്രി നമസ്കാരത്തിന് നമുക്കറിയാം ധാരാളം പ്രതിഫലങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. രാത്രിയിൽ കുറച്ച് നേരം ഒഴികെ ബാക്കി സമയം നിന്ന് നമസ്കരിക്കാൻ ആദ്യ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും കൽപ്പിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. ഖുർആനിലും ഹദീസുകളിലുമെല്ലാം അതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കപ്പെട്ടതാണ്, അതിൻ്റെ പ്രതിഫലങ്ങളുമുണ്ട്. പരിശുദ്ധ റമദാനിൽ പ്രത്യേകമായി അങ്ങനെ നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൻ്റെ രാവുകളിൽ ആരാണോ ഈമാനോടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നത് അവർക്ക് അവരുടെ മുൻകഴിഞ്ഞിരിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ രാത്രികളിൽ സ്വഹാബികൾ ഒന്നിച്ച് നമസ്കരിച്ചിട്ടുണ്ട്. ചില കാരണങ്ങളാൽ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ആ നമസ്കാരം നിർവഹിക്കപ്പെട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു റമദാനിൻ്റെ രാത്രികളിൽ തറാവീഹ് ജമാഅത്തായി നമസ്കരിക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വീണ്ടും പുനർജീവിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമസ്കരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇത് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് ഇമാമ് എത്രയാണോ നമസ്കരിക്കുന്നത് അത്ര വരെയും നമസ്കരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ സ്വല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ്. ഒരാൾ ഇമാമിനോട് കൂടെ ഇമാമ് പിന്തിരിയുന്നത് വരെയും ഇമാം അവസാനിപ്പിക്കുന്നത് വരെയും കൂടെ നമസ്കരിച്ചാൽ അവൻ ആ രാത്രി മുഴുവനും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണെന്നാ. ഇമാം 5 നമസ്കരിച്ചോളൂ, ഇവനും 5 നമസ്കരിച്ചു. ഇമാമ് 7 അങ്ങനെയെങ്കിൽ 7, 9 അല്ലെങ്കിൽ 11. ഇമാം എത്ര നമസ്കരിക്കുന്നു അത്രയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വഹാബികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നമസ്കരിച്ചു. രാത്രിയുടെ 1/3 ഒരു ദിവസം നമസ്കരിച്ചത്. 23 രാത്രിയിൽ 25 രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സഹാബികളെയും കൊണ്ട് നമസ്കരിച്ചു. രാത്രിയുടെ പകുതി നേരം നിസ്ഫുൽ ലൈൽ രാത്രി നമസ്കാരം നിർവഹിച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ രാത്രി പൂർണ്ണമായി നമുക്ക് നമസ്കരിച്ചുകൂടെ, രാത്രി പൂർണ്ണമായി നമസ്കരിച്ചുകൂടെ എന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഇമാം എത്ര നേരം നമസ്കരിക്കുന്നുവോ അത്ര നേരം നമസ്കരിച്ചാൽ എന്താണ് പൂർണ്ണമായി നമസ്കരിക്കുന്നതിൽ പ്രതിഫലം നൽകപ്പെടുമെന്ന്. ഇത് ശരിക്കും നമുക്കൊരു പാഠമാകേണ്ടതുണ്ട്. സ്വഹാബികൾ അവരുടെ ഈമാനിൻ്റെ അക്കൂവത്ത് വളരെ ശക്തമായ ഈമാനിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് തന്നെ അവർ രാത്രിയിൽ അധികം നേരം നിന്ന് നമസ്കരിക്കാൻ താല്പര്യപ്പെടുകയാണ്, പൂർണ്ണമായി നമസ്കരിക്കാൻ അവർ തൽപരരാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഓഫറാണ്, അല്ലെങ്കിൽ വലിയൊരു നമുക്ക് ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സവിശേഷതയാണ്. ഇമാമ് നമസ്കരിക്കുന്നവരെയാണ് നമസ്കരിച്ചാൽ മതി. പലപ്പോഴും ഇമാമ് വളരെ കുറച്ചേ നമസ്കരിക്കുന്നുണ്ടാവുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പൂർണ്ണമായി തീർക്കും. പല സ്ഥലത്തും അരമണിക്കൂറുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, രാത്രി നമസ്കരിക്കും. പക്ഷെ അത് തന്നെ പൂർണ്ണമാക്കാൻ പലപ്പോഴും ചെയ്യുന്നില്ല. നമ്മൾ സന്നദ്ധരല്ല എന്നുള്ളത് സ്വഹാബികളുടെ ഈമാനും നമ്മുടെ ഈമാനും തമ്മിലുള്ളതായ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ്. അവർക്കങ്ങനെ നമസ്കരിക്കാൻ സാധിക്കുന്നത് അവരുടെ ഈമാൻ ശക്തമാണെന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് അവർ അറിയുന്നു, അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, അതിൻ്റെ രസം അവർക്ക് കിട്ടും. റമദാനിൻ്റെ രസം അല്ലെങ്കിൽ നോമ്പിൻ്റെ സുഖം അത് അഖീദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന ദർസിൽ പറയപ്പെടും. അത് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈമാൻ ശക്തമായി കഴിഞ്ഞാൽ ഇബാദത്തുകൾ എന്ത് ചെയ്യും, ശക്തമാകും.
ഈമാൻ എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അതനുസരിച്ച് അമലുകൾക്ക് എന്ത് ചെയ്യും? ഊർജ്ജമുണ്ടാകും, ജീവനുള്ള ഇബാദാത്തുകളായി മാറും. ഈമാൻ എപ്പോഴാണ് ദുർബലപ്പെടുന്നത്? അവിടെ ഇബാദാത്തുകൾ എന്ത് ചെയ്യും? ജീവനില്ലാത്ത ശവശരീരങ്ങളായ ഇബാദാത്തുകളായിട്ട് മാറും. അതുകൊണ്ട് റമദാനിലെ രാത്രി നമസ്കാരങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ മറ്റൊരു അമൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ രാത്രികളിൽ പ്രത്യേകം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു, ഖുർആൻ പഠിക്കുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമുമായി റമദാനിൻ്റെ രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠനത്തിലേർപ്പെടുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കും ജിബ്രീൽ അലൈഹിസ്സലാമിന്. അവസാനത്തെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യം അങ്ങനെ പൂർത്തിയാക്കിയെന്നാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യൽ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, വദല്ലൽ ഹദീസു അയ്ദൻ അല ഇസ്തിഹ്ബാബി ദിറാസത്തിൽ ഖുർആൻ ഫി റമദാൻ. ഖുർആനിൽ വായിക്കുക, റമദാനിൽ ഖുർആൻ വായിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമാണ്, സുന്നത്താണ്. അതിനോടൊപ്പം തന്നെ അതിന് പഠിക്കാനും സന്നദ്ധരാവുക എന്നുള്ളത് അതും സുന്നത്താണെന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയിക്കുന്നുണ്ട്. കാരണം കേവലം വായനക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുക? പഠിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമാണ് എന്നുള്ളതിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുക, ഖുർആൻ നല്ല രീതിയിൽ അറിയാവുന്ന ആളുകൾക്ക് അത് ഓതി കേൾപ്പിക്കുക, ഇതെല്ലാം ശ്രേഷ്ഠമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്ന് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റമദാനിൽ ധാരാളം പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യണം? പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ അതിലേക്ക് തെളിവ് ഈ ഹദീസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഇബാദത്ത് അദ്ദിക്ർ വദ്ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റുകൾ റമദാനിൻ്റെ തുടക്കം മുതൽ തന്നെ കാണാം. റമദാനിൻ്റെ ഹിലാൽ ദർശിക്കപ്പെട്ടാൽ ദിക്ർ പറയുമായിരുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ എന്ന് തുടങ്ങുന്നതായ പ്രാർത്ഥന ദിക്ർ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുമായിരുന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും, ദഹബ വമഉ വബതല്ലത്തിൽ ഉറൂഖ് വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. റമദാനിൻ്റെ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫു ഫഅഫു അന്നാ ഫഅഫു അന്നി എന്നുള്ളതായ പ്രാർത്ഥന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുകളുടെ പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. അതിലൊന്ന് അസ്വായിം, നോമ്പുകാരനാണ്, ഹത്താ യുഫ്തിർ, നോമ്പ് മുറിക്കുന്നത് വരെ. നോമ്പുകാരൻ നോമ്പെടുക്കുന്നത് മുതൽ നോമ്പ് മുറിക്കുന്നത് വരെയും അവൻ്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാൽ ഇമാമുൽ ആദിൽ, ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ്, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് മറ്റൊന്ന്. ഇവിടെ പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ വലിയൊരു അവസരമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഓരോ മനുഷ്യരും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുള്ളവരാണ്. എനിക്കുള്ള പ്രശ്നമായിരിക്കില്ല വേറൊരാൾക്ക്. ഓരോ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടാകും. നമ്മളെ മുഴുവനും ബാധിക്കുന്ന, എല്ലാവരെയും ബാധിക്കുന്ന മൊത്തത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആർക്കാണ് പ്രശ്നമില്ലാത്ത? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഓരോ മനുഷ്യരും നേരിടുന്ന പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദിച്ച് അതിന് ഉത്തരം ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ. റമദാനിൽ അള്ളാഹു ഉത്തരം നൽകുന്നതാണ് പറഞ്ഞത്. മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന വ്യത്യസ്ത സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ പരിശുദ്ധ റമദാനിലുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്തുണ്ട്? പ്രതിഫലം നൽകപ്പെടും, കൂടുതൽ ഉത്തരം നൽകപ്പെടാൻ കാരണമാകുന്നതാണത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് 6 സന്ദർഭങ്ങളെ സംബന്ധിച്ച്, ഉത്തരം നൽകപ്പെടുന്ന 6 സന്ദർഭങ്ങൾ. ഒന്ന് പ്രഭാതത്തിലാണ്. പ്രഭാതം ഉദിക്കുന്നതിന് മുമ്പ്, ഫജ്ർ സാദിഖിന് മുമ്പ്, ഇടത്താഴത്തിൻ്റെ സമയത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. പാപമോചനം തേടുന്നവർക്ക് മോചനം നൽകും എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. ഇതാണ് ഒരു സമയം. മറ്റൊന്ന് നമസ്കാരത്തിൻ്റെ ഒടുവിലാണ്. സലാം വീട്ടുന്നതിന് മുമ്പ് തശഹൂദ് കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞുള്ള സമയമാണ്. ഏറ്റവും ഉത്തരം നൽകപ്പെടാൻ എന്തുകൊണ്ടും ഉചിതമായ ഒരു സന്ദർഭമാണ്. വുദൂ ചെയ്ത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് നമസ്കാരത്തിൽ നിൽക്കുന്നു, ഫാത്തിഹ പാരായണം ചെയ്യുന്നു, തസ്ബീഹകൾ പറയുന്നു, തഹ്മീദുകൾ പറയുന്നു, വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നടത്തുന്നു, സുജൂദിൽ കിടക്കുന്നു. അള്ളാഹുമായിട്ട് ഏറ്റവും അടുപ്പം വരുന്ന സന്ദർഭമാണ്. അങ്ങനെ തശഹൂദിലിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയുകയാണ്. എന്നിട്ട് ഒടുവിൽ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. നമസ്കാരത്തിൻ്റെ ഒടുവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സന്ദർഭമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ സന്നദ്ധരാകുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരാൾ ഒരു തിന്മ ചെയ്യുന്നവനാണ്, ആ തിന്മയിൽ നിന്ന് മാറാൻ അവന് സാധിക്കുന്നില്ല. മാതാപിതാക്കളുമായിട്ട് എപ്പോഴും പ്രശ്നമാണ്. പലപ്പോഴും നന്നാവണമെന്ന് ബോധമുണ്ടാകും, അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പല കാര്യങ്ങളും എന്ത് ചെയ്യും, മനസ്സ് കൈവിട്ടുപോകും. പലപ്പോഴും അവരെ ചീത്ത പറയുന്നു, ഉപദ്രവിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. പലപ്പോഴും പല ആളുകളും പറയലുണ്ട് സാധിക്കുന്നില്ല എന്ന്. സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവാണ് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ. എന്ത് പ്രശ്നമാണ്, ഉദാഹരണം പറഞ്ഞാണ്, ഏത് കാര്യമാകട്ടെ, ഏതൊരു പ്രശ്നമാണ് നമുക്ക് ഓരോ ആളുകൾക്കും വ്യക്തിപരമായി അറിയാൻ സാധിക്കും. നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്, ദീനിൽ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഏത് പ്രശ്നവും അള്ളാഹുവിനോട് ചോദിക്കാം. പ്രത്യേകിച്ച് ഇതുപോലുള്ളതായ സന്ദർഭങ്ങളിൽ ആ സമയങ്ങൾ തിരഞ്ഞെടുത്ത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിൻ്റെ ഒടുവിൽ. അതേപോലെ തന്നെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തൊട്ടുടനെ പ്രാർത്ഥിക്കാനും സ്വലാസം പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്കുകാരന് ഉത്തരം നൽകുക, ഉത്തരം നൽകി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് നീ അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളുക, അള്ളാഹു ഉത്തരം നൽകും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സമയം ബാങ്ക് വിളിച്ചതിന് ശേഷം ഇഖാമത്തിന് മുമ്പുള്ളതായ സമയമാണ്. അവിടെയും ദുആക്ക് ഉത്തരം നൽകപ്പെടും, തടുക്കപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജുമുഅ ദിവസം ഇമാം ഖതീബ് മിമ്പറിൽ കയറിയാൽ സലാം വീട്ടുന്നതിന് മുമ്പ് സലാം വീട്ടുന്നത് വരെയും ദുആക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ചില സലഫുകളും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജുമുഅ ദിവസം ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയമുണ്ട്. അതിൽ 2 സമയങ്ങളാണ് പ്രബലമായി എണ്ണപ്പെടുന്നത്. അതിലൊന്ന് ഇമാം ഖതീബ് മിമ്പറിൽ കയറിയാൽ സലാം വീട്ടുന്നത് വരെയും. അപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ 6 സമയങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ 6 സമയങ്ങളും പരിശുദ്ധ റമദാനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ കൂടിയിട്ടാണ്. അതായത് ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയങ്ങളിൽ നോമ്പുകാരൻ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് നേരത്തെ വരിക. ഈ സമയങ്ങൾ കിട്ടാൻ വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, ഇടയിലുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ ഒടുവിലുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ, അതേപോലെ തന്നെ ഇമാം മിമ്പറിൽ കയറിയാൽ നമസ്കാരം കഴിയുന്നതുവരെയുമുള്ള സമയം, ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. നമസ്കാരം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയുണ്ട്, പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. ഒരടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഉചിതമായ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ. അതിന് ഉത്തരം നൽകപ്പെട്ടാൽ അവൻ്റെ ദുനിയാവും ആഖിറവും വിജയിച്ചു. അതേപോലെ തന്നെ സുജൂദിലുള്ള പ്രാർത്ഥനയുണ്ട്, ഇടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളിൽ മനസ്സറിഞ്ഞെന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബിന് മുമ്പ് അസ്റിന് ശേഷമുള്ളതായ സമയം, ഇതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഉത്തരം നൽകപ്പെടുന്ന സമയങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, പരിഗണിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചിലപ്പോൾ പഠനം മെച്ചപ്പെടുത്താൻ ഓർമ്മ നിൽക്കുന്നില്ല, ഖുർആൻ പഠിക്കുന്നു മറന്നുപോകുന്നു, അല്ലെങ്കിൽ ചില മസാലകൾ പ്രയാസകരമാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്, അള്ളാഹുവിനോട് ചോദിക്കുക. ഏത് കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുക. അല്ലെങ്കിൽ മക്കൾ ശരിയാകുന്നില്ല,
ശരിയായ ഒഴുക്ക് വരുന്നില്ല, മക്കളെ കൊണ്ട് പ്രയാസമാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കച്ചവടത്തിൽ പ്രയാസമുണ്ട്, ജോലിയിൽ പ്രയാസമുണ്ട്, അയൽവാസികളുമായി ബന്ധം പ്രയാസമാണ്. ഇങ്ങനെ എന്തൊരു പ്രശ്നവും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദുആ ചെയ്യുക, പരിശുദ്ധ റമദാൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനിൽ ധാരാളം സ്വതക്ക ചെയ്യുമായിരുന്നു. പൊതുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യും, ധാരാളം സ്വതക്ക ചെയ്യും. എന്നാൽ പരിശുദ്ധ റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിൻ്റെ വേഗതയിൽ, അതിനേക്കാൾ വേഗതയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും ധാരാളം സ്വതക്ക ചെയ്യുന്നില്ലെങ്കിലും ചിലപ്പോൾ ധാരാളം സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠമാവുക, പ്രതിഫലം ലഭിക്കുന്ന ചിലപ്പോൾ ചെറിയ സ്വതക്കയായിരിക്കും. ഓരോ ആളുകൾക്കും അവരവർക്ക് സാധിക്കുന്നതാണ് ചെയ്യുക. ഇല്ലാത്തവൻ 10 രൂപ സ്വതക്ക ചെയ്താൽ അതായിരിക്കും ചിലപ്പോൾ ഉള്ളവൻ 1 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടുക. അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ ധാരാളമായി കൊണ്ട് എന്ത് ചെയ്യുക, സ്വതക്ക ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് റമദാനിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഇബാദത്താണ്. അതേപോലെ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. മൻ ഫത്തറ സ്വായിമൻ ഫലഹു മിസ്ലു അജ്രി. ആരെങ്കിലും നോമ്പുകാരന് നോമ്പ് തുറക്കാൻ കൊടുത്താൽ അവൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം, നോമ്പുകാരന് ലഭിക്കുന്ന പ്രതിഫലം പോലുള്ളത് ഇവനും ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് റമദാനിൻ്റെ ഇടയിൽ ഉംറ നിർവഹിക്കുക. കഴിയുന്ന ആളുകൾക്ക് എങ്ങനെ ചെയ്യാം? ഉലമാക്കൾ പറയുന്നത് കാണാം, പരിശുദ്ധ റമദാനിൽ തുടക്കത്തിൽ ആളുകൾ നല്ല ആവേശത്തിലായിരിക്കും. ആദ്യം നമസ്കരിക്കുന്ന കാര്യത്തിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ, മറ്റുള്ള ഇബാദാത്തുകളിൽ കുറച്ച് കഴിയുമ്പോൾ 10-15 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു മടുപ്പ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, കൂടുതൽ മനസ്സിന് ആവേശം നൽകുന്ന ഇബാദാത്തുകൾ ചെയ്യുക. അതിൽ ഉലമാക്കൾ എണ്ണുന്നതാണ് റമദാൻ എന്ത് ചെയ്യുക, അതിലേക്ക് കഴിയുന്ന ആളുകൾ ഉംറ ചെയ്യുക. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, വീണ്ടും അവൻ പഴയ ആവേശത്തിലേക്ക് തിരികെ വരും. നല്ല ഊർജ്ജത്തോടെ ഇബാദാത്തുകൾ ചെയ്യാൻ സാധിക്കും. റമദാനിൽ ഉംറ ചെയ്യുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ട് എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം ഇഅ്തികാഫ് ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു. പള്ളിയിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ഭൗതികമായ ഇടപാടുകളെല്ലാം മാറ്റിവെച്ച് ഇബാദാത്തുകളിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം. ഇത് വലിയ പുണ്യം നിറഞ്ഞ ഒരു ഇബാദത്താണ്. ഇത് റമദാനിലും അതല്ലാത്തപ്പോഴും എല്ലാം ചെയ്യാവുന്ന കാര്യമാണ്. പള്ളികളുമായി നിരന്തരം സ്ഥിരം ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളിൽ എണ്ണിയ ഒരു വിഭാഗം ഹൃദയം പള്ളികളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ഹൃദയം പള്ളികളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർക്ക് നാളെ ആഖിറത്തിൽ തണൽ ലഭിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുമക്കളെ അടക്കം പള്ളികളിലേക്ക് എന്ത് ചെയ്യുക, നിരന്തരം ബന്ധമുള്ളവരാക്കി മാറ്റുക. നമ്മുടെ യുവാക്കളെ, ചെറിയ മക്കളെ പള്ളികളിൽ നിന്ന് അകറ്റാൻ, ദീനിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, വഴിതിരിച്ചുവിടാൻ ധാരാളം ശക്തികളുണ്ട്. പള്ളികളുമായി ബന്ധം സ്ഥാപിച്ചാൽ അവരെന്ത് ചെയ്യും, ദീനുമായി അടുത്തു വരും, ഖുർആൻ പഠിക്കുന്നവരാകും, അഖീദ പഠിക്കുന്നവരാകും. നേരെ മറിച്ച് അതിൽ നിന്ന് വിള്ളലുണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും പല വ്യതിയാന കക്ഷികളിലേക്കും, ചിലപ്പോൾ മതനിഷേധികൾ വരെയും ഓരോ ചെറിയ ഗ്രാമങ്ങളിലും കാണാൻ സാധിക്കും. അവർ പാർട്ടി ഓഫീസുകൾ തുടങ്ങി, കൊടിനാട്ടി, അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ക്യാരറ്റ്സ് ബോർഡ് വെച്ച് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ സ്ക്രീൻ വെച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ചും പരിശുദ്ധ റമദാനിൻ്റെ പല റമദാനുകളിലും പല പല പ്രോഗ്രാമുകളുണ്ടാകും. ചിലപ്പോൾ ലോകകപ്പ് ഫുട്ബോളുകളായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത്സരങ്ങളായിരിക്കും. ഇങ്ങനെ ആളുകളെ ശുഗലിലാക്കാൻ, ഇബാദാത്തുകളിൽ നിന്ന് അവരെ മുറിച്ച് കളയാൻ വ്യത്യസ്ത പ്രോഗ്രാമുകളുണ്ടാകും. ശൈത്വാന്മാരെ ചെങ്ങലിക്കിടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ മനുഷ്യപിശാചുക്കളുണ്ട്. ഉലമാക്കൾ പറയുന്നത് കാണാം, ശൈത്വാന്മാരെ ചെങ്ങലിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് തിന്മകൾ സംഭവിക്കുക സമൂഹത്തിൽ?
എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി ഇതാണ്: ഷൈത്വാന്മാരിൽപ്പെട്ട മറദത്തുൽ ജിൻ, കഠിനമായ ധിക്കാരികളായ ആളുകളെയാണ് ചെങ്ങലിക്കിടുക. അതല്ലാത്ത ഷൈത്വാന്മാരുമുണ്ട്, മനുഷ്യരിലുമുണ്ട് ഷൈത്വാന്മാർ. അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് ആളുകളെ തടുക്കുന്ന പിശാചുക്കൾ, മതനിഷേധത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന, ഭൗതികവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങൾ, ചെറിയ ചെറിയ പാർട്ടി ഓഫീസുകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആളുകൾ തിന്മകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. അവർ നമസ്കരിക്കുന്നതിനെ തൊട്ട് അവരെ തടുക്കുന്നു. ഇതുകൊണ്ട് ആളുകളെ പള്ളികളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകരമായ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം: ഇന്നലിൽ മസാജിദി ഔതാദ, പള്ളികൾക്ക് ചില ഔതാദുകൾ ഉണ്ടെന്നാണ്. പള്ളികളുമായി സ്ഥിരം ബന്ധപ്പെടുന്ന ചില ആളുകളുണ്ട്. കൃത്യമായി അവർ നമസ്കാരം നിർവഹിക്കും. കൃത്യമായി ഓരോ വഖത്തുകളിലും പള്ളിയിൽ വരികയും അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുകയും പരിപാലനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് പള്ളികൾക്ക്. അൽ മലായികത്തു ജുലസാഉഹും, അവരുടെ കൂട്ടാളികൾ മലായിക്കത്താണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരുടെ കൂട്ടുകാർ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളാണ്. ഇൻ ഗാബു യഫ്തഖിദൂനഹും, ഇങ്ങനെ സ്ഥിരം പള്ളിയിൽ വരുന്ന ആളുകൾ പള്ളിയിൽ വരാതെയായാൽ ഒരു വഖത്തിന് അവരെ കാണുന്നില്ല. എന്നാൽ ഈ മലായിക്കത്ത് അവരെ അന്വേഷിച്ചിറങ്ങുമെന്നാണ്. അവർക്കെന്തു പറ്റി? അവർക്കെന്തെങ്കിലും അപകടം പിടഞ്ഞോ, രോഗം ബാധിച്ചോ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടോ? വഇൻ മരിദൂ ആദൂഹും, അവർക്ക് രോഗമാണെങ്കിൽ ഈ മലായിക്കത്ത് അവരെ പോയി സന്ദർശിക്കും. അല്ലാഹു അക്ബർ! എത്ര വലിയ അനുഗ്രഹമാണ്! പള്ളിയുമായി സ്ഥിരം ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ്. അവർക്ക് രോഗം ബാധിച്ചാൽ ഈ മലായിക്കത്ത് അവരെ കാണാൻ പോകും. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹും, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നോ, ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടോ, എന്നാൽ ഇവരുടെ സഹായം അവർക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പള്ളികളുമായി സ്ഥിരം ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ പുണ്യകർമ്മമാണ്. ഇത് റമദാനിലും വേണം, റമദാനപ്പുറത്തും വേണം. റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി കൊണ്ട് പള്ളിയിൽ തന്നെ ഇരിക്കുകയും ഇഅ്തികാഫിരിക്കുകയും അതികഠിനമായി പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റുള്ള ദിവസങ്ങളിൽ രാത്രികളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ കഠിനമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങളിൽ എന്ത് ചെയ്യുമായിരുന്നു? പരിശ്രമിക്കുമായിരുന്നു. നോമ്പിലും അതേപോലെ തന്നെ ഖുർആൻ പാരായണം, മറ്റുള്ള നമസ്കാരങ്ങൾ, മറ്റുള്ള ഇബാദാത്തുകൾ കൂടുതൽ പരിശ്രമിക്കുക അവസാനത്തെ രാത്രികളിലാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്റ ശദ്ദ മിഅ്സറ വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ല, കുടുംബക്കാരെ വരെയും ചെയ്യും, വിളിച്ചുണർത്തും, അരമുണ്ട് മുറുക്കിയുടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? രാത്രി ജീവിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദാത്തുകൾ ചെയ്യുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദാത്തുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഫലം നേടിയെടുക്കണമെങ്കിൽ നല്ല ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്, വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായി തീരേണ്ടതുണ്ട്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ നോമ്പെടുക്കാൻ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നല്ല രീതിയിൽ പരിഗണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീനാ കമാ റബ്ബൗനാ സിഗാറാ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.